കൊണ്ടും നിറങ്ങൾ കൊണ്ടും സ്വീകരിക്കുന്നു. കയ്യടികളുടെ നല്ല രീതിയിലുള്ള ഒരു കയ്യടി. എനിക്കൊന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. മലയാളികളുടെ മാത്രമല്ല, ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഏതൊരാളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫുഡ് ഈസ് എ നാഷണൽ ഒബ്സഷൻ അല്ലേ? അതെ അതെ. Okay, so here we go with chess number 6. Chess number 6. കയ്യടി പോരട്ടെ. ഒന്നുകൂടി പറയോ? എല്ലാരും ഓണസദ്യ കഴിക്കാൻ വായോ എന്നാണ് പറഞ്ഞോളാ. അടുത്ത ചെസ് നമ്പർ സീസൺ 2. കയ്യടിയുടെ ശബ്ദം വലിയൊരു കയ്യടി കൊടുക്കാം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓണക്കാലം നമുക്ക് സമ്മാനിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ. ഓക്കേ, നമ്മുടെ ഓണസദ്യക്ക് കയ്യടി കൊടുക്കുമോ? ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ഓണസദ്യ സത്യം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. സത്യം. എല്ലാരും സദ്യ കഴിക്കാൻ പാടുന്നു. വിസ്മയ ഒരു വാൽക്കണ്ണാടിയും കുറെ പൂവൊക്കെ ആയിട്ട് വന്ന ഒരാളാണ്. പോകുന്നു ഇതിനെ കൂടെ കയറി വരുന്നതിനോ പോകുന്നു. വേറെ കണ്ടത്തിലൂടെയൊക്കെ കയറി വരുന്ന ഓടി ഓടുവാ. ഓണസദ്യ ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്നാലും ഒഫീഷ്യലി അവർ കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വാമനൻ ഓണസദ്യ വേറെ. അതെവിടെയാ പോയെന്ന് തോന്നുന്നു. കരയുന്നോ? സർപ്രൈസ് ആണ്. ഇങ്ങനെ കറഞ്ഞ എങ്ങനെ ശരിയാവാ? ചേച്ചിക്ക് അപ്പൊ വന്നിട്ട് എല്ലാരോടും ഒരു ഡയലോഗ് പറഞ്ഞില്ലേ, അതൊന്നുകൂടി പറയോ? എല്ലാരും ഓണസദ്യ കഴിക്കാവായോ? അപ്പൊ ഓണസദ്യക്കാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പൊ ഇത് Come on guys, put your hands together for chess number 4. ഞാനാണ് പൂക്കളം എന്ന പെൺകുട്ടി. മാവേലി തമ്പുരാനെ വരവേൽക്കാനായി ഞാൻ പൂക്കൾ കൊണ്ടും നിറങ്ങൾ കൊണ്ടും സ്വീകരിക്കുന്നു. കയ്യടികളുടെ നല്ല രീതിയിലുള്ള ഒരു കയ്യടി. പാട്ട് പാടാനായിട്ട് നമ്മുടെ ഓണസദ്യയാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, കരച്ചിലൊക്കെ മാറിയോ? നിങ്ങൾക്കറിയോ? സംഗീതം കുട്ടി മനസ്സുകൊണ്ട് പറയണം. നീ സംസാരിക്കുന്നു.